എല്ലാവർക്കും നമസ്കാരം. കൃപാസനം വഴി എനിക്ക് കിട്ടിയ അനുഭവത്തെ പറ്റിയാണ് അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കൃപാസനം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ചർച്ച ഉണ്ടെന്നും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ആദ്യം 2 അബോർഷൻ കഴിഞ്ഞതായിരുന്നു. എനിക്ക് ആദ്യത്തെ ഒരു ട്വിൻസ് ആയിരുന്നു, രണ്ടാമത്തേൽ ഒരു മോനായിരുന്നു. അങ്ങനെ 5-ാം മാസത്തിലാണ് 2 അബോർഷനും നടക്കുന്നത്. അങ്ങനെ 2 അബോർഷനും കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞുണ്ടാവോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമിലാണ് ഞാനിങ്ങനെ എന്താ ഇനി ചെയ്യേണ്ടത്. ഇനി എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സത്യം പറഞ്ഞ പേടിയായിരുന്നു. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആവുമോ, വീണ്ടും ഞങ്ങൾക്ക് കുഞ്ഞ് നഷ്ടപ്പെടുമോ. എനിക്ക് വല്ലാത്തൊരു ട്രോമയിലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു മിറാക്കിൾ ഉണ്ടാവണം, എനിക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ. അങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇങ്ങനെ ഏത് ഹോസ്പിറ്റലിൽ പോകാം. ഞങ്ങൾ ആദ്യത്തെ 2 പ്രൈവറ്റിലായിരുന്നു കാണിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു SAT-യിൽ പോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിനൊരു വിശ്വാസം വേണ്ടേ. 2 അബോർഷൻ കഴിഞ്ഞു. അപ്പം എനിക്ക് ഇനിയൊരു ഇത് താങ്ങാനുള്ളൊരു ശക്തിയില്ല. ആ ഒരു അവസരത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിനുണ്ട്, ശരണ്യ എന്നാണ് പേര്. അപ്പോൾ അവള് മാതാവിൻ്റെ ഭയങ്കര ഒരു ഭക്തയാണ്. അതെനിക്കറിയാം, കുഞ്ഞിലെ എനിക്കറിയാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു, മാതാവിനെ പ്രാർത്ഥിച്ചാലോ, മാതാവ് എങ്ങനെയാണ് എനിക്കറിയില്ല. മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോയെ എനിക്കറിയാം, ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മാതാവിനെ പറ്റി യാതൊരു പിടിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവിനെ പ്രാർത്ഥിച്ചാൽ അവളടുത്ത് ഡൗട്ട് ചോദിക്കാം. അങ്ങനെ ഞാൻ അവളെ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു, എടി മാതാവിനെ നീ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി എനിക്കൊരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, മാതാവ് പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇതാണ്. ചേച്ചി കൃപാസനത്തിനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, കൃപാസനം ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കൃപാസനം അമ്മയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലടി, എനിക്കറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ 2 പ്രയർ അയച്ചു തരുന്നു ചേച്ചി, അതിപ്പോൾ പ്രാർത്ഥിക്ക്. പിന്നീട് യൂട്യൂബിൻ്റെ ലിങ്കും അയച്ചു തന്നു. അങ്ങനെ അവൾ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും 2 അയച്ചു തന്നു. ഞാൻ അത് പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ടും എനിക്ക് നമ്മൾ റൈറ്റ് വേ ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ, അങ്ങനെ ഒരു റോങ് ആണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും ഇതിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻസി പോസിറ്റീവായി. ഭയങ്കര അതിശയമായിരുന്നു. എന്നാലും പ്രഗ്നൻ്റ് ഞാൻ മുമ്പും ആയിട്ടുണ്ടല്ലോ, പക്ഷെ കുഞ്ഞിനെ കിട്ടൂല്ലേ എന്നാണല്ലോ നമുക്ക് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡോക്ടറെ ഞങ്ങൾ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് സെർവിക്സ് ഷോർട്ടേജ് ആവും, പെട്ടെന്ന് ലെങ്ത് കുറയും. അങ്ങനെയാണ് എനിക്ക് അബോർഷൻ ആയിക്കൊണ്ടിരുന്നത്. സെർവിക്സിൻ്റെ അവിടെ കട്ടിയില്ല, അതാണ് പ്രശ്നമായിരുന്നത്. ഇപ്പോൾ സെർവിക്സ് ലെങ്ത് എനിക്ക് അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ 4 ഉണ്ടായിരുന്നു. ഓക്കെ ആണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ സ്റ്റിച്ച് ഇട്ടായിരുന്നു, എന്നിട്ടായിരുന്നു കുഞ്ഞിനെ പോയത്. അപ്പോൾ ഇതും സ്റ്റിച്ച് ഇടാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സജസ്റ്റ് ചെയ്തു, സ്റ്റിച്ച് ഇടാമെന്നൊക്കെ പറഞ്ഞു. 3 മാസം ആവണം സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ മുടങ്ങാതെ പ്രാർത്ഥിക്കും. എന്നാലും വലുതായിട്ടൊരു വിശ്വാസം എന്നിൽ അപ്പോൾ വന്നില്ലായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3 മാസം ആയപ്പോഴത്തേക്കും, 3 മാസം ആയില്ല, 3 മാസത്തിന് മുന്നേ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സെർവിക്സ് ലെങ്ത് 3.3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ഇടണം, കുഴപ്പമാണ്, സ്റ്റിച്ച് ഇടണം, അല്ലെങ്കിൽ 3ക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല, പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആവും, അത് ശരിയാവത്തില്ല, 2 അബോർഷൻ കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു സ്കോപ്പുമില്ല, എന്തായാലും ഈ കുഞ്ഞ് പോവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ എന്തിങ്ങനെ ചെയ്തിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നവംബർ 13-ാം തീയതി രാത്രിയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നവംബർ 14-ാം തീയതി ആയപ്പോൾ ഞാൻ രാവിലെ മോർണിംഗ് ഞാൻ ചിന്തിച്ചു, എന്തായാലും ഉടമ്പടി ഓൺലൈൻ വഴി എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി.
ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ സ്കാനിങ്ങിന് പോവാണ്. സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ സെർവിക്സ് ലെങ്ത് 4.5 ആയി. 2 ദിവസം മുന്നേ ഉള്ള സ്കാനിങ്ങിൽ 3.3 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്നാണ് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോൾ സ്റ്റിച്ചിട്ട ഇൻഫെക്ഷനൊക്കെ വന്നാലോ, സ്റ്റിച്ച് ഇടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അതിശയിച്ചു. കാരണം ഡോക്ടർ സ്റ്റിച്ച് ഇടണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്റ്റിച്ച് ഇടണ്ട, ഡോക്ടറും കൂടെ ഒന്ന് ചോദിച്ചു നോക്ക്. സ്കാൻ ചെയ്ത ഡോക്ടറാണ് പറഞ്ഞത്, സ്റ്റിച്ച് ഇടേണ്ട കാര്യമില്ല, ലെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് 5 മാസം വരെയൊക്കെ പോയി നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളെ കാണിക്കുന്ന ഡോക്ടറിനെ വന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ലെങ്ത് എത്രയല്ലേ ഉള്ളൂ, ഞാൻ 2 ദിവസം മുന്നേ സ്കാൻ ചെയ്തതല്ലേ. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതെന്താ അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇതാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്നൊരു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമായി, എന്തോ ഒരു സംഭവം ഉണ്ട്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ നടക്കില്ല എന്ന്. അടുത്ത സ്കാനിങ്ങിൽ ഡോക്ടർ പറയാണ്, എൻ്റെ പ്ലാസൻ്റ താഴ്ന്ന ആണ് ഇരിക്കുന്നത്, അപ്പം അത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമായപ്പോൾ എൻ്റെ ചേട്ടന് എനിക്കിടയ്ക്ക് ഒരു കുത്തുന്ന പോലെ ഒരു പെയിനും ഉണ്ടായിരുന്നു അടിവയറിൽ. അപ്പോൾ ചേട്ടൻ കൃപാസനത്തിൽ പോയിട്ട്, എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തു. നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ അടുത്ത സ്കാനിങ്ങിൽ എനിക്ക് ആ പ്രോബ്ലം ഇല്ല, പ്ലാസൻ്റെ മുകളിലോട്ട് വന്നായിരുന്നു. അതും ഡോക്ടർ ഒരു മിറക്കിളായിട്ടാണ് ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമായി. എന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചോളാമെന്നും മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാമെന്നും ഒക്കെ ഞാൻ നേർന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം വന്ന് പറയാം എന്നൊക്കെ നേർന്നു. ആ ഒരു ടൈമിൽ നമുക്ക് കുഞ്ഞിനെ കിട്ടിയാൽ മതി അന്നാണല്ലോ. അപ്പോഴും എനിക്ക് എനിക്ക് ഒരുപാട് എൻ്റെ പ്രഗ്നൻസിയിൽ ഉടനീളം ഒരുപാട് മിറാക്കിൾസ് ഇതുവഴി ഉണ്ടായി. അങ്ങനെ 7-ാം മാസം ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലോട്ട് കുറവാണ്, ചിലപ്പോൾ കുഞ്ഞ് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെയും എൻ്റെ ചേട്ടന് ഭയങ്കര വിശ്വാസമായിരുന്നു. ചേട്ടൻ ഹിന്ദുവായിരുന്നു. ഇതുമായിട്ട് അത്ര അങ്ങനെ ഞാൻ വിളിച്ചാലൊന്നും വരില്ലായിരുന്നു. പക്ഷെ ചേട്ടനായിട്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ചേട്ടന് ഭയങ്കര വിശ്വാസമായിരുന്നു, എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ 2 അബോർഷനൊന്നും കൂടെ നടന്നുകൊണ്ട് എനിക്ക് ഭയങ്കര അവസാനം വരെയും കൺഫ്യൂഷൻ തന്നെയായിരുന്നു. എന്നാലും പ്രാർത്ഥന ഞാൻ തുടർന്നുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറിയുടെ അന്ന് വരെയും രാവിലെ 5:30 പ്രെയറുണ്ട്. 5:15 ആകുമ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി വരും. ആ സമയത്ത് ഭയങ്കര മഴയാണ്. അപ്പം ആ മഴയത്ത് പോലും ഞാൻ രാവിലെ കുളിക്കും. അമ്മയെ വഴക്ക് പറയായിരുന്നു, പനി എന്തെങ്കിലും വരും, പ്രഗ്നൻ്റ് ആണ്, അത് ശരിയാവില്ലെന്ന്. പക്ഷെ ഒരു പനിയോ ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ രാവിലെ 5 മണിക്ക് കുളിക്കുമായിരുന്നു. 5:30 ആകുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് കുളിച്ചിട്ടേ ഇരിക്കുള്ളായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ പ്രാർത്ഥനയിൽ എനിക്ക് ഒരു ഇൻസിഡൻറ്റും കൂടെ പറയാനുണ്ട്. ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നു വരുന്ന, എനിക്ക് 8 മാസം എന്തോ ആയി. ആ ടൈമിൽ ഇങ്ങനെ ഒരു ഇറക്കം വഴിയാണ്. ആ ഇറക്കം വഴി എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ ലോ ആയിട്ട് തല ചുറ്റി വീണായിരുന്നു. തല ചുറ്റി വീഴാൻ പോയപ്പോൾ ആരോ വന്ന് പിടിച്ചു, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാനത് വീണ് പോയിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ആരുമില്ല. ദൂരെ നിന്ന് കണ്ടെന്ന ഒരു ഗർഭിണിയാണ് ഓടി വന്ന് എന്നെ പിടിച്ചതെന്ന് പിന്നെ പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് ആ സമയത്ത് ആരുമില്ല, ഉണ്ടായിരുന്നില്ല. ഓടി വന്ന് എന്നെ പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ തന്ന കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ റിസൾട്ടിൻ്റെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബോധം കെട്ട് വീണ് എന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോയി ബെഡിൽ കടത്തിയ ശേഷവും, നമ്മൾ സാധാരണ ബോധം പോകുമ്പോൾ നമ്മളെ കൈയും കാഴുകളും എല്ലാം കുഴയുമല്ലോ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആ കാശുരൂപം പോയിട്ടുണ്ടായിരുന്നില്ല. അതെൻ്റെ കയ്യിലും, പക്ഷെ റിസൾട്ടൊക്കെ പറന്നുപോയി. കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ. അപ്പോൾ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, എൻ്റെ കൃപാസന മാതാവാണ് എന്നെ പിടിച്ചു നിർത്തിയെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമാണ്. അതിനുശേഷം എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. നോർമൽ ഡെലിവറിക്ക് നല്ലോണം നോക്കിയായിരുന്നു. ഒരു 5 അവേഴ്സ് വരെ നോർമൽ ഡെലിവറിയുടെ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ബ്ലീഡിങ് വന്നപ്പോഴത്തേക്കും ഡോക്ടർ പെട്ടെന്ന് സിസേറിയൻ ചെയ്തു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു,
യൂട്രസ് ആകെ ഇൻഫെക്ഷനായിരിക്കുന്നുണ്ടായിരുന്നു. പിഞ്ച് പോയായിരുന്നു, സ്റ്റിച്ച് ഇടാൻ പറ്റാത്തവണ്ണം പിഞ്ച് പോയായിരുന്നു യൂട്രസ്. അതിനകത്ത് എങ്ങനെ ഈ കുഞ്ഞുണ്ടായിരുന്നു എന്ന് ഡോക്ടറിന് അത്ഭുതമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും വിശ്വാസമാണ്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് ബലപ്പെട്ടു. എൻ്റെ കൃപാസന അമ്മയാണ് എനിക്ക് മോളെ തന്നതെന്നുള്ളത്. അതുമല്ല, മാതാവിൻ്റെ ദിവസം തന്നെയാണ് കുഞ്ഞ് ജനിച്ചത്. മെയ് 21 2024. അതിനുശേഷം ആണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഞങ്ങൾ ലാസ്റ്റ് ഡെലിവറി അബോഷനായ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഗ്രീഷ്മയ്ക്ക് ഡെലിവറി ആവാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് വല്ലാത്തെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഇനി ഇല്ല, തീർന്നു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കൃപാസന അമ്മയെ ഞാൻ അറിയുന്നതും എനിക്ക് മോളെ കിട്ടിയതും. എൻ്റെ മോളെൻ്റെ ലൈഫിലില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ശൂന്യമായി പോയേനെ. ഹസ്ബൻഡ് നല്ല സ്നേഹമാണ്, അതുകൊണ്ടല്ല, പക്ഷേ അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ. ഇതെൻ്റെ കൈ കിടക്കുന്നത് ഞാൻ ഡെലിവറി ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ പോയി അച്ഛനെ കണ്ടായിരുന്നു. അച്ഛനെ കണ്ട സമയത്ത് അച്ഛൻ കൊടുത്തതായിരുന്നു ഈ കാശ് രൂപം. അത് ഞാൻ എപ്പോഴും എൻ്റെ കൈവശം ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു അനുഭവമാണ് കൃപാസനം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരുപാട് ട്രോളുകളൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു ട്രോള് പോലും ഞാൻ ഇന്നുവരെ എടുത്ത് നോക്കിയിട്ടില്ല. എനിക്കത് താല്പര്യമില്ല. നമുക്കൊരു അനുഭവം കിട്ടുമ്പോഴാണ് നമ്മളൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാത്തവരായിരിക്കാം ഇങ്ങനെ കളിയാക്കുന്നതും കൃപാസനത്തിനെ പറ്റി അങ്ങനെ പറയുന്നതൊക്കെ. എന്തായാലും എനിക്ക് വിശ്വാസമാണ്, 101% വിശ്വാസമാണ്. എൻ്റെ മോളെ കിട്ടിയത് അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. എൻ്റെ മോളെ പേര് തന്നെ പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥന ഹിരൺമയി എന്നാണ് ഫുൾ നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നല്ല, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നതിലാണ് കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അടുത്ത് പ്രാർത്ഥിച്ചത് അത് അത്രയും വിശ്വാസത്തിൽ അത്രയൊരു ട്രസ്റ്റ് കൊടുത്തത് ഇപ്പോഴാണ്. ആ ട്രസ്റ്റ് അത്രയും ദൈവത്തിൽ അർപ്പിച്ചത് കൊണ്ടായിരിക്കാം, സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം ദൈവം എനിക്ക് മോളെ തന്നു. കൃപാസനം ഞങ്ങൾ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. ഒക്ടോബർ മാസത്തിലായിരുന്നു, 2024 ഒക്ടോബർ മാസത്തിലെ വീഡിയോസിലുണ്ട് ഞങ്ങളുടെ സാക്ഷ്യം. ഞങ്ങൾ അതിനുശേഷവും കൃപാസനത്തിന് പോയിട്ടുണ്ട്. അതിനുശേഷവും കുറേ കാര്യങ്ങൾ കൃപാസനം വഴി കിട്ടിയിട്ടുണ്ട്. ചേട്ടന് പുറത്തോട്ട് പോകാൻ പറ്റി. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് ഇനി സാക്ഷ്യം പറയാനുണ്ട്. ഇനിയും കാര്യങ്ങൾ നടക്കാനുണ്ട്. ഞങ്ങൾ ഇനിയും സാക്ഷ്യം പറയും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഷെയർ ചെയ്യണം.